പ്രവാസി ലോകത്തു നിന്നുള്ള വാർത്തകളുമായി മിഡ് ഈസ്റ്റ് അവർ ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ കാണാം. ഗസയിലേക്കുള്ള റഫ അതിർത്തി ഉടൻ തുറക്കണമെന്ന് UN-ഉം ഫലസ്തീനി സംഘടനകളും. വെടിനിർത്തലിന് ശേഷവും ഗസയിൽ പട്ടിണി രൂക്ഷമെന്ന ഐക്യരാഷ്ട്രസഭ. കെയ്റോയിൽ ഹമാസുമായുള്ള ചർച്ച സമാപിച്ചു. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്താൽ ഇസ്രായേലിനുള്ള സർവ്വ പിന്തുണയും അവസാനിപ്പിക്കുമെന്ന് ട്രംപ്. ഗസ വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് കൂട്ടായ ഉത്തരവാദിത്തമെന്ന് ഖത്തർ. യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും മുന്നിലുണ്ടാകും. ഖത്തർ നിലപാട് വ്യക്തമാക്കിയത് UN രക്ഷാസമിതിയിൽ. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം തുടരുന്നു. ഒമാനിലെത്തിയ മുഖ്യമന്ത്രി മസ്കറ്റിലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. നാളെ സലാലയിലെത്തും. അൽ ഇത്തിഹാദ് മൈതാനിയിൽ കേരള വിംഗ് പ്രവാസോത്സവത്തിൽ പങ്കെടുക്കും. UAE-യിൽ സർക്കാർ ട്രഷറിയിൽ വ്യക്തികൾക്കും നിക്ഷേപിക്കാം. ഇസ്ലാമിക കടപ്പത്രം പുറത്തിറക്കി. വ്യക്തിഗത സുഖൂഖ് കടപ്പത്രം ബാങ്കുകൾ വഴി സ്വീകരിക്കാം. 4000 ദിർഹം മുതൽ നിക്ഷേപാവസരം. സൗദിയിൽ ഗതാഗത നിയമലംഘകരെ ലക്ഷ്യമിട്ട് വ്യാപക തട്ടിപ്പ്. കൃത്രിമാപകടങ്ങൾ ഉണ്ടാക്കി പണം ആവശ്യപ്പെടുന്നതായി പരാതി. ഒന്നിലധികം കേസുകളിൽ സിറിയൻ, യമൻ പൌരന്മാർ അറസ്റ്റിൽ. തട്ടിപ്പുകാർ ഏറെയും ലക്ഷ്യം വയ്ക്കുന്നത് സ്ത്രീകളെ. അപകടശേഷം സ്വയം പണമിടപാടുകൾ നടത്തരുതെന്ന് ഗതാഗത വകുപ്പ്. PMശ്രീയിൽ സംസ്ഥാനത്ത് വിവാദം കത്തുന്നു. ധാരണാപത്രം ഒപ്പിട്ട ശേഷവും മന്ത്രിസഭയിൽ നിന്ന് മറച്ചുവെച്ചു. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി MOU ഒപ്പുവെച്ചത് 16-ന്. 22-ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ CPI മന്ത്രിമാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലും മിണ്ടിയില്ല. വിഷയം LDF-ൽ ചർച്ച ചെയ്യാമെന്ന് MA ബേബി അറിയിച്ചത് 21-ന്. PMശ്രീ പദ്ധതിയിൽ CPM-നെതിരെ പൊട്ടിത്തെറിച്ച് CPI. മുന്നണിയെയും ഘടകകക്ഷികളെയും ഇരുട്ടിൽ നിർത്തിയെന്ന് ബിനോയ് വിശ്വം. CPI എതിർപ്പ് അവഗണിച്ച് മുന്നോട്ടു പോകാൻ CPM അനുനയ ശ്രമത്തിന് മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തും. നിബന്ധന വെച്ച് ഗവൺമെന്റിനോട് ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമൂഹത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വലിയേട്ട നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും വെച്ചു പൊളിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം LDF യോഗത്തിൽ വിശദ ചർച്ച. വിശദമായി നോക്കാം. കെയ്റോയിൽ ഹമാസ് ഉൾപ്പെടെ ഫലസ്തീൻ വിഭാഗങ്ങളും മധ്യസ്ഥ രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച സമാപിച്ചു. വെടിനിർത്തൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഹമാസ് സന്നദ്ധത അറിയിച്ചു. റഫ ഉൾപ്പെടെ എല്ലാ അതിർത്തികളും തുറക്കണം എന്നതുൾപ്പെടെ 5 ആവശ്യങ്ങളും ഫലസ്തീൻ സംഘടനകൾ മുന്നോട്ട് വെച്ചു. ഗസയിലേക്കുള്ള റഫ അതിർത്തി ഉടൻ തുറക്കണമെന്ന് UN-ഉം ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിനു ശേഷവും ഗസയിൽ പട്ടിണി രൂക്ഷമായ സാഹചര്യത്തിലാണ് UN ഇടപെടൽ. ഗസ ഏകോപന കേന്ദ്രത്തിന്റെ ചുമതല യമനിലെ US അംബാസിഡർ സ്റ്റീഫൻ ഫാജിന് നൽകാൻ അമേരിക്ക. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്താൽ ഇസ്രായേലിനുള്ള എല്ലാ പിന്തുണയും അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ ഗസയിൽ 2 ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി MCA നാസർ ചേരുകയാണ്. MCA, കെയ്റോയിലെ ചർച്ച അവസാനിച്ചു കഴിയുകയാണ്. ഏതൊക്കെ കാര്യങ്ങളിൽ ധാരണയിലെത്തിയിട്ടുണ്ട്? വെടിനിർത്തൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണുള്ളത്? ദിവ്യ, പിന്നത്തെ ഏതാനും ദിവസങ്ങളായി ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിനിധി സംഘം അതോടൊപ്പം തന്നെ മറ്റ് പലസ്തീൻ വിഭാഗങ്ങളുടെ പ്രതിനിധികളുമായിട്ടാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള തുർക്കി, ഈജിപ്ത്, ഖത്തർ എന്നിവ വിശദമായിട്ടുള്ള ചർച്ച നടത്തിയത്. ആ ചർച്ച പ്രകാരം 2ാം ഘട്ടത്തിലേക്ക് വെടിനിർത്തൽ മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് തത്വത്തിൽ അംഗീകരിച്ചതായിട്ട് ഹമാസും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യഘട്ട വെടിനിർത്തൽ പോലും പൂർണ്ണമായിട്ടും ആ കരാർ വ്യവസ്ഥകൾ പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകാത്തൊരു സാഹചര്യമുണ്ട്. ഇതിലുള്ള തങ്ങളുടെ ആശങ്ക ഹമാസും അതോടൊപ്പം തന്നെ പലസ്തീൻ സംഘടനകളും ഉന്നയിച്ചു. ഏതായാലും ഈ പ്രതിസന്ധി തീർക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് ഈ വെടിനിർത്തൽ
വെടിനിർത്തലിന്റെ ചൈതന്യം അത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഇസ്രായേൽ തയ്യാറാകണം എന്നതുൾപ്പെടെയുള്ള ചില ഉപാധികൾ ഹമാസ് സംഘവും അതോടൊപ്പം തന്നെ മറ്റ് പലസ്തീൻ നേതാക്കളും മുന്നോട്ട് വെച്ചതായിട്ടാണ് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്നത് ഗസ, അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്ക്, ജെറൂസലം ഉൾപ്പെടെയുള്ള ഒരു പ്രദേശങ്ങളും ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനോ അവിടെ അധിനിവേശം നടത്താനോ ഉള്ള ഒരു നിലക്കുള്ള നീക്കവും ഉണ്ടാകരുത് എന്നതാണ് പ്രധാനമായിട്ടും ഈ ഫലസ്തീൻ കൂട്ടായ്മകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം. അതിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള വ്യക്തിത്വം നിലനിർത്തി മാത്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാം ഘട്ട വെടിനിർത്തൽ വ്യവസ്ഥകളിലേക്ക് വരാനും അതിൽ ഒരു സമവായം രൂപപ്പെടുത്താനും തങ്ങൾ ഒരുക്കമാണ് എന്നുകൂടി ഫലസ്തീൻ കൂട്ടായ്മകൾ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 ഉപാധികൾ കൂടിയാണ് ഇപ്പോൾ ഫലസ്തീൻ നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമെന്നത് ഈ വെടിനിർത്തൽ കരാറിൽ വ്യക്തമാക്കിയതുപോലെ വിലക്കുകളില്ലാത്ത വിധത്തിലുള്ള ഒരു സഹായ ലഭ്യത ഗസയിലേക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന് റഫ ഉൾപ്പെടെയുള്ള എല്ലാ അതിർത്തികളും അടിയന്തരമായി തുറക്കുകയും ഫലസ്തീൻ ജനത നേരിടുന്ന ജീവൽ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള ശക്തമായുള്ള പ്രയോഗവൽക്കരണ നടപടികൾ വേണമെന്നുകൂടി ഈ കൂട്ടായ്മകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വതന്ത്ര ഫലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ ഒരു ബദൽ ഭരണ സംവിധാനം വരുന്നതിനോട് ഈ ഫലസ്തീൻ കൂട്ടായ്മകൾ, ഹമാസ് ഉൾപ്പെടെയുള്ള കൂട്ടായ്മകൾ യോജിപ്പ് പ്രകടിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു അന്താരാഷ്ട്ര സമിതിക്ക് രൂപം നൽകണം. ആ സമിതിക്ക് ചുവടെയായിരിക്കണം ഇതിനുള്ള ഫണ്ട് സമാഹരണവും മറ്റു അനുബന്ധ നടപടികളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുകൂടി വ്യക്തമാക്കുന്നു. ഗസയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഫലസ്തീൻ കൂട്ടായ്മകളുമായി സഹകരിച്ചിട്ടുള്ള ഒരു സംവിധാനം വേണം എന്നൊരു നിർദ്ദേശമാണ് മറ്റൊന്ന്. അതോടൊപ്പം തന്നെ ഫലസ്തീൻ ഈ ഒരു രാഷ്ട്ര രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശാല ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാനുള്ള ശക്തമായിട്ടുള്ള ചുവടുവെപ്പുകൾ ഉണ്ടാകണം എന്നുകൂടി ഈ കൂട്ടായ്മകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി ഈ കാര്യങ്ങൾ അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെയും മുമ്പാകെ വെച്ചുകൊണ്ട് അവരുടെ ഒരു പ്രതികരണം കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വെടിനിർത്തലിൻ്റെ രണ്ടാം ഘട്ടവുമായിട്ട് ഈ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് പോകുക. ഏതായാലും ചർച്ചകൾ വളരെ ശുഭകരമായിരുന്നു എന്ന സൂചനയും പ്രതികരണവുമാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോൾ ഏറ്റവും അവസാനം മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ ഇപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ എങ്ങനെയാണ്? ഗസ ഏകോപന കേന്ദ്രത്തിന്റെ ചുമതല US അംബാസിഡർ സ്റ്റീവൻ ഫാജിന് നൽകാനൊക്കെ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അതുപോലെ തന്നെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി വീണ്ടും എത്തുകയാണോ ട്രംപ്? ഇത് നേരത്തെ തന്നെ ദിവ്യ വ്യക്തമാക്കിയിരുന്നു, ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും. കാരണം ഈ ഒരു സംഘം, ഒരു ഏകോപന കേന്ദ്രം അത് ഇസ്രായേലിൽ മാത്രമായിരിക്കും രൂപവൽക്കരിക്കുന്നത്. ഗസയിലേക്ക് അമേരിക്കൻ സൈന്യത്തിന്റെ ഒരു സാന്നിധ്യം പോലും ഉണ്ടാവുകയില്ല എന്ന് നേരത്തെ തന്നെ അമേരിക്കൻ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഗസയോട് ചേർന്നുള്ള ഇസ്രായേൽ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചുകൊണ്ടായിരിക്കും 200ഓളം അമേരിക്കൻ സൈനികരും അതോടൊപ്പം തന്നെ ഇസ്രായേൽ സുരക്ഷാ സംവിധാനങ്ങളും ചേർന്നുകൊണ്ടായിരിക്കും ഈ ഒരു ഏകോപന കേന്ദ്രത്തിന് രൂപം നൽകാനുള്ള തീരുമാനം. അതിന്റെ പൂർണ്ണമായിട്ടുള്ള മേൽനോട്ടത്തിനാണ് ഇപ്പോൾ സ്റ്റീവൻ ഫാജിനെ, യമനിലെ അമേരിക്കൻ അംബാസഡർ കൂടിയാണ്, അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ US സെൻട്രൽ കമാൻഡിനോടും അമേരിക്കൻ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ രൂപത്തിലായിരിക്കണം ഈ ഭക്ഷ്യവിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇസ്രായേലിന്റെ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം എന്നത് സംബന്ധിച്ച് ചർച്ചകളും നടക്കും. എന്തായാലും തങ്ങളുടെ ഒരു ഇസ്രായേൽ എന്ന ഒരു രാജ്യത്തിന്റെ ആ ഒരു ഭൂപരിധിയിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും ഇതിന്റെ പ്രവർത്തനമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം വിദേശ ഒരു സൈനിക സാന്നിധ്യം പോലും തങ്ങളുടെ മണ്ണിൽ അനുവദിക്കുകയില്ല എന്ന് ഹമാസ് നേരത്തെ തന്നെ പ്രഖ്യാപിത നിലപാട് കൈക്കൊണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ചർച്ചയായിരുന്നു. അതിലും ഹമാസ് ഒരു പൊടുന്നനെ ഒരു തീരുമാനം എടുക്കാൻ അമേരിക്കയ്ക്കും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് മാത്രം ഒരു നിരായുധീകരണ പ്രക്രിയയിലേക്ക് കടക്കാൻ സാധിക്കൂ എന്ന വിവരം അമേരിക്ക ഇസ്രായേൽ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. കാരണം തിരക്ക് പിടിച്ച് ഹമാസിന്റെ നിരായുധീകരണം എന്നത് എളുപ്പമല്ല, അത് പ്രായോഗികമല്ല എന്ന ഒരു നിർദ്ദേശമാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നെതന്യാഹുവും അതോടൊപ്പം തന്നെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ആഗ്രഹിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിരായുധീകരണം നടക്കണമെന്നാണ്. പക്ഷേ ഇത് പ്രായോഗികമല്ല എന്ന വിവരം അമേരിക്ക ഇസ്രായേലിനെ ധരിപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ്. അതിർത്തി ഉടൻ തുറക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടല്ലോ UN ഒക്കെ. അപ്പോൾ അത് ഉടൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എന്തായിരിക്കും ഇസ്രായേലിന്റെ ഒക്കെ ഒരു നിലപാട്?
ദിവ്യ, ഇതൊക്കെ നേരത്തെ കരാറിന്റെ ഭാഗമായി തന്നെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. റഫാ അതിർത്തി തുറക്കും, ദിനം പ്രതി 600 ട്രക്കുകളെങ്കിലും ഗസയിലേക്ക് അനുവദിക്കുമെന്ന്. പക്ഷേ ഈ ഒരു 2 ആഴ്ച പിന്നിടുകയാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട്. ഏതാണ്ട് 80-ലധികം വെടിനിർത്തൽ കരാർ ലംഘനങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. 100-ലേറെ പലസ്തീൻ ജനത കൊല്ലപ്പെട്ടു, 200-ലധികം പേർക്ക് പരിക്കേറ്റു. അതുകൊണ്ട് ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലും ഇപ്പോൾ അല്പം മുമ്പാണ് ഡ്രോൺ ആക്രമണത്തിൽ 2 ഫലസ്തീൻകാർ കൂടി ദർ അൽ ബലാഹിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിരന്തരമായിട്ടുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റഫാ അതിർത്തി തുറക്കുക എന്നത് ഈ കരാറിൽ വളരെ കണിശമായി തന്നെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും റഫാ അതിർത്തി തുറക്കാനോ കൂടുതൽ ട്രക്കുകൾ എത്തിക്കാനോ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം UN-ന്റെ റിപ്പോർട്ട് വരുന്നത് പ്രകാരം 15 ലക്ഷം ജനങ്ങളാണ് താൽക്കാലിക താമസം ആവശ്യപ്പെട്ട് കാത്തിരിക്കുന്നത്. കാരണം അവർക്കൊരു താൽക്കാലിക ടെന്റുകൾ പോലും ലഭ്യമാക്കാനോ അത് എത്തിക്കാനുള്ള ഒരു സംവിധാനമോ അതിനുള്ള അനുമതിയോ ഇനിയും ഇസ്രായേൽ നൽകിയിട്ടില്ല. അപ്പോൾ ഇസ്രായേലിന്റെ ഒരു തിട്ടൂരപ്രകാരം തന്നെയാണ് ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന ഘട്ടത്തിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 2ാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കണമെങ്കിൽ ഈ ഉപാധികൾ അംഗീകരിക്കണമെന്ന പരോക്ഷമായിട്ടുള്ള വളരെ വലിയൊരു മുന്നറിയിപ്പാണ് ഹമാസ് ഉൾപ്പെടെയുള്ള പലസ്തീൻ സംഘടനകൾ ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതിൽ ഇനി അമേരിക്കയുടെ തുടർ നീക്കങ്ങൾ, ഇസ്രായേലിനെ കൊണ്ട് ആ അർത്ഥത്തിൽ ഇതിനെ പ്രേരിപ്പിക്കാൻ അമേരിക്ക തയ്യാറാകുമോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിലും ബാക്കി നിൽക്കുകയാണ്. ദിവ്യ, എന്തായാലും മധ്യസ്ഥ രാജ്യങ്ങളും അതുപോലെ തന്നെ ഫലസ്തീനിലെ മറ്റ് സംഘടനകളും ഹമാസും ഒക്കെയായി നടന്ന ചർച്ച അവസാനിച്ചിട്ടുണ്ട്. 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് സംബന്ധിച്ച് ഹമാസ് സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഗസ അതിർത്തി ഉടൻ തന്നെ തുറക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പട്ടിണി അതിരൂക്ഷമാണ് ഗസയിൽ, അതാണ് അവസ്ഥ. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഗസ വെടിനിർത്തലിന്റെ ആദ്യഘട്ട കരാർ വിജയകരമാക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് കൂട്ടായ ഉത്തരവാദിത്വമുണ്ടെന്ന് ഖത്തർ. UN രക്ഷാസമിതിയിലാണ് രാജ്യം നിലപാട് വ്യക്തമാക്കിയത്. മധ്യസ്ഥ രാഷ്ട്രമെന്ന നിലയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും മുൻപിലുണ്ടാകുമെന്നും ഖത്തർ പ്രതിനിധി വ്യക്തമാക്കി. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, UN രക്ഷാസമിതിയിലാണോ ഖത്തർ നിലപാട് അറിയിച്ചത്? എന്താണ് ഗസയിലെ വെടിനിർത്തൽ സമാധാനം തുടരുന്നതുമായി ബന്ധപ്പെട്ട് ഖത്തർ അറിയിച്ചത്? ദിവ്യ, UN രക്ഷാസമിതിയിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച, അതും അതിൽ UN-ലെ ഖത്തർ സ്ഥിരം പ്രതിനിധി ഷെയ്ഖ ആലിയ അഹമ്മദാണ് ഖത്തറിൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. അഥവാ 1ാം ഘട്ട വെടിനിർത്തൽ കരാർ സമ്പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കണം, അത് വിജയകരമാകണമെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ കൂട്ടായ ശ്രമങ്ങൾ വേണം. അത് ആരുടെയെങ്കിലും മാത്രം ഉത്തരവാദിത്തമല്ല, അതെല്ലാ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നാണ് UN രക്ഷാസമിതിയിൽ ഷെയ്ഖ ആലിയ അഹമ്മദ് വ്യക്തമാക്കിയത്. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒക്ടോബർ 13 ഷർമു ഷെയ്ഖ് ഉച്ചകോടി ഉണ്ടായിരുന്നത്. ആ ഷർമു ഷെയ്ഖ് ഉച്ചകോടിയിൽ ഖത്തർ പ്രസിഡന്റ്, അതുപോലെ ഈജിപ്ത് പ്രസിഡന്റ്, US പ്രസിഡന്റ് അടക്കമുള്ള 4 പ്രസിഡന്റുമാരാണ് അന്നത്തെ ഉച്ചകോടിയിൽ ഒപ്പുവെച്ചത്. എങ്കിലും ഈ നിയമം, ഈ കരാർ വിജയകരമാക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഈജിപ്തും ഖത്തറും ഏറെ വെല്ലുവിളികൾക്ക് ശേഷമാണ്, 2 വർഷം നീണ്ട ചർച്ചകൾക്ക്, കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഈ കരാർ യാഥാർത്ഥ്യമാക്കുന്നത്. അത് പ്രധാനമായിട്ടും 2 ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു. ഒന്ന്, ഫലസ്തീനികളുടെ ദുരിതത്തിന് അറുതി വരുത്തണം. രണ്ടാമതായി, അവിടുന്ന് പലായനം ചെയ്ത ഫലസ്തീനികളെ തിരികെ കൊണ്ടുവരണം. ഈ 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ യുദ്ധവിരാമം എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഈ കരാർ ഒപ്പുവെച്ചത്. അത് പാലിക്കാൻ, അത് വിജയകരമായി നടപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന് അവർ പറയുന്നു. ഇതോടൊപ്പം തന്നെ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അപ്ഡേറ്റുകളും അവർ UN രക്ഷാസമിതി നൽകുകയുണ്ടായി. അഥവാ മാലിന്യം നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ ഖത്തറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡ് നിർമ്മാണം നടക്കുകയാണ്. 4.5 ലക്ഷം താമസ ക്യാമ്പുകൾ ഖത്തർ അവിടേക്ക് അയച്ചിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രം ഈജിപ്തിലെയും അതുപോലെ ജോർദാൻ, ഈജിപ്ത് രാഷ്ട്രങ്ങൾ വഴി ഒരു ലാൻഡ് ബ്രിഡ്ജ് തന്നെ ഖത്തർ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും ഷെയ്ഖ ആലിയത് വ്യക്തമാക്കുന്നു. അവസാനമായി അവർ പറയുന്ന രക്ഷാസമിതിയിൽ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഫലസ്തീൻ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് ദ്വിരാഷ്ട്ര പദ്ധതി യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. അഥവാ കുറച്ചു മുമ്പ് ന്യൂയോർക്ക് പ്രഖ്യാപനം ഉണ്ടായിരുന്നു.
ദ്വിരാഷ്ട്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട്. ഈ ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ ഖത്തർ സ്വാഗതം ചെയ്യുന്നു. അതുമാത്രമല്ല, UN-ൽ ഫലസ്തീന് അംഗത്വം കിട്ടേണ്ടത് അവരുടെ ന്യായമായ അവകാശമാണ്. 1967 അതിർത്തികൾ അടിസ്ഥാനമാക്കി ഫലസ്തീൻ രാഷ്ട്രം, സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകേണ്ടതുണ്ട്. ഇതുമാത്രമല്ല, കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നെസറ്റ് കൊണ്ടുവന്ന നിയമങ്ങൾ, നെസറ്റ് കൊണ്ടുവന്ന പ്രമേയം, അത് അന്താരാഷ്ട്ര നിയമത്തിന് ലംഘനമാണ്. ഇത്തരം പ്രമേയങ്ങൾ ഈ സംഘർഷത്തെ വ്യാപിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും ഷെയ്ഖ് ആലി അഹമ്മദ് UN രക്ഷാസമിതിയിൽ ചൂണ്ടിക്കാട്ടി. ദിവ്യ, ഗസ വെടിനിർത്തൽ അത് നടപ്പാക്കുന്നതിൽ, സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നാണ് ഖത്തർ UN രക്ഷാസമിതിയിൽ എടുത്ത നിലപാട്. മുഹമ്മദ് അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. വ്യക്തികൾക്ക് സർക്കാർ ട്രഷറിയിൽ നിക്ഷേപം നടത്താൻ കഴിയുന്ന ഇസ്ലാമിക കടപ്പത്രം പുറത്തിറക്കി UAE ധനമന്ത്രാലയം. വ്യക്തിഗത സുക്കൂക്ക് എന്ന പേരിലാണ് കടപ്പത്രം. UAE-യിലെ വിവിധ ബാങ്കുകൾ വഴി പൊതുജനങ്ങൾക്ക് കടപ്പത്രം സ്വന്തമാക്കാം. കുറഞ്ഞത് 4000 ദിർഹം മുതൽ നിക്ഷേപം ആരംഭിക്കാം. നിക്ഷേപത്തിന് സൗകര്യമൊരുക്കുന്ന ബാങ്കുകളുടെ പേര് അടുത്ത മാസം 3-ന് പ്രഖ്യാപിക്കും. ആദ്യ പകുതിയിൽ പേറ്റന്റുകളും വ്യാപാര മുദ്രകളും വഴി 3.6 മില്യൺ കുവൈറ്റ് ദിനാർ വരുമാനം ലഭിച്ചതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. 35,000-ഓളം ഇടപാടുകളാണ് പേറ്റന്റ്, ട്രേഡ് മാർക്ക് വകുപ്പുകൾ വഴി പൂർത്തിയായത്. വ്യാപാര മുദ്ര രജിസ്ട്രേഷൻ, പ്രസിദ്ധീകരണം, സർട്ടിഫിക്കേഷൻ എന്നിവയാണ് പ്രധാനമായും നടത്തിയ പ്രവർത്തനങ്ങൾ. പേറ്റന്റ് വിഭാഗം 4000 ഇടപാടുകൾ രേഖപ്പെടുത്തി 5.67 ലക്ഷം ദിനാർ വരുമാനം നേടി. ഇതിൽ കൂടുതലും കമ്പനികളാണ് അപേക്ഷ നൽകിയതെന്ന് മന്ത്രാലയം അറിയിച്ചു. 2026-ലെ ഹജ്ജ് തീർത്ഥാടകർക്ക് ആരോഗ്യ നിർദ്ദേശങ്ങളുമായി UAE. സൗദിയും UAE-യും പ്രഖ്യാപിച്ച ആരോഗ്യ നിബന്ധനകൾ പാലിക്കണമെന്ന് ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് അറിയിച്ചു. വിശ്വാസികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിയാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്നവർ, ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ തടസ്സമാകുന്ന ആരോഗ്യ പ്രശ്നം, ഡിമെൻഷ്യ എന്നിവയുള്ളവർക്ക് ഹജ്ജ് ചെയ്യാനാകില്ല. 3 മാസം പൂർത്തിയായ ഗർഭിണികളെയും ഹജ്ജിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. പകർച്ചവ്യാധികളുള്ളവർക്കും കീമോകൾ എടുക്കുന്ന അർബുദബാധിതർക്കും ഹജ്ജിന് അനുമതിയുണ്ടാകില്ല. സൗദിയിൽ ഗതാഗത നിയമലംഘകരെ ലക്ഷ്യമിട്ട് തട്ടിപ്പ് പതിവാകുന്നു. തെറ്റായ ദിശയിലൂടെ വാഹനം ഓടിക്കുന്നവർ, സിഗ്നലുകൾ ലംഘിക്കുന്നവർ തുടങ്ങിയ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരെയും ഒറ്റപ്പെട്ട റോഡുകളിലുള്ള വാഹനങ്ങളെയും കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് സംഘം വലവിരിക്കുന്നത്. കൃത്രിമ അപകടങ്ങൾ ഉണ്ടാക്കിയത് നിയമലംഘനങ്ങൾ മൂലമാണെന്ന് കെട്ടിച്ചമക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന പുതിയ രീതിയാണ് സംഘം നടത്തിവരുന്നത്. ഈ രീതിയിൽ ഒന്നിലധികം തട്ടിപ്പ് നടത്തിയ സിറിയയിൽ നിന്നും യമനിൽ നിന്നുമുള്ള പൗരന്മാരെ റിയാദ് ഗതാഗത വകുപ്പ് പിടികൂടി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. ഖത്തറിലെ ജ്വല്ലറികളിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ വ്യാപക പരിശോധന. നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് 9 കടകൾക്കെതിരെ നടപടിയെടുത്തതായി അധികൃതർ അറിയിച്ചു. ആകെ 94 ജ്വല്ലറികളിലാണ് പരിശോധന നടത്തിയത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം പാലിക്കാൻ എല്ലാ കടയുടമകളും ബാധ്യസ്ഥരാണെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. നിയമലംഘനം ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ അക്കാര്യം അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ആന്ധ്ര മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു UAE-ലെത്തി. അബുദാബിയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി അടക്കം വ്യവസായ പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിശാഖപട്ടണം ലുലു മോളിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് യൂസഫ് അലി കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ AI ഹബും ഡിജിറ്റൽ ഡാറ്റാ സെന്ററും വിശാഖപട്ടണത്ത് ആരംഭിക്കുമെന്ന ഗൂഗിളിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് UAE-ലെ മുൻനിര കമ്പനി മേധാവികളുമായി ആന്ധ്ര മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. ലുലു മാൾ 2028 ഡിസംബറോടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് MA യൂസഫ് അലി പറഞ്ഞു. ആന്ധ്രയിലെ കർഷകർക്കടക്കം പിന്തുണയേകുന്ന വിജയവാഡയിലെ ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രം 3 മാസത്തിനകം പ്രവർത്തന സജ്ജമാകുമെന്നും ആന്ധ്ര മുഖ്യമന്ത്രിയെ അറിയിച്ചു. ലുലുവിന്റെ പദ്ധതികൾക്ക് ആന്ധ്ര മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു കൂടിക്കാഴ്ചയിൽ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. ആന്ധ്ര നിക്ഷേപ മന്ത്രി BC ജനാർദ്ദൻ റെഡ്ഡി, വ്യവസായ മന്ത്രി TG ഭരത്, വ്യവസായ വകുപ്പ് സെക്രട്ടറി N. യുവരാജ്, ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA, ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ഡയറക്ടർ ആനന്ദ് AV എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. നവംബർ 14-15 തീയതികളിൽ വിശാഖപട്ടണത്ത് നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ UAE വ്യവസായികളെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആന്ധ്രയിലേക്ക് ക്ഷണിച്ചു.
രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലം 2019 ആന്ധ്രാപ്രദേശിൽ നിന്ന് പിന്മാറിയ ലുലുവിനെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു താൽപ്പര്യമെടുത്താണ് വീണ്ടും സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. അന്ന് നിലച്ചുപോയ പദ്ധതികളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. മീഡിയ 1 അബുദാബി. മറ്റു വാർത്തയിലേക്ക്. ഈ വർഷം ഒക്ടോബർ വരെ ഖത്തറിലെത്തിയത് 35 ലക്ഷം സന്ദർശകർ. GCC രാഷ്ട്രങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയത്. ഖത്തർ ടൂറിസമാണ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചത്. അന്താരാഷ്ട്ര തലത്തിൽ സഞ്ചാരികളുടെ ഇഷ്ടദേശമായി ഖത്തർ തുടരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഖത്തർ ടൂറിസം പങ്കുവച്ച കണക്കുകൾ. മുൻവർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് സന്ദർശകരുടെ എണ്ണത്തിൽ 2.2% വർധനയാണ് രേഖപ്പെടുത്തിയത്. വർഷത്തിന്റെ അവസാന പാദത്തിൽ കൂടുതൽ പരിപാടികൾക്ക് രാജ്യം വേദിയാകുന്ന സാഹചര്യത്തിൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ആകെ സന്ദർശകരുടെ 36% എത്തിയത് GCC രാഷ്ട്രങ്ങളിൽ നിന്നാണ്. യൂറോപ്പാണ് രണ്ടാം സ്ഥാനത്ത്. ആകെ സന്ദർശകരുടെ 25%. ഏഷ്യ ഓഷ്യാനിയ മേഖലയിൽ നിന്ന് 22% സന്ദർശകരെത്തി. ഈ വർഷം മൂന്നാം പാദത്തിൽ ചൈനയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും കൂടുതൽ സഞ്ചാരികളെത്തി. 37% വർധനയാണ് ചൈനയിൽ നിന്നുള്ളത്. ഓസീസിൽ നിന്ന് 31%. 60% സന്ദർശകർ വിമാനമാർഗവും 33% കരമാർഗവുമാണ് രാജ്യത്തേക്ക് പ്രവേശിച്ചത്. 7% പേർ കടൽ മാർഗമെത്തി. മൂന്നാം പാദത്തിലെ ഹോട്ടൽ ഓക്യുപ്പൻസി നിരക്ക് 68% വർദ്ധിച്ചെന്നും ഖത്തർ ടൂറിസം റിപ്പോർട്ടിൽ പറയുന്നു. മീഡിയ 1 ദോഹ. സൗദിയിൽ പരീക്ഷണാർത്ഥം പുറത്തിറക്കിയ ഡ്രൈവറില്ലാ കാറുകളിൽ യാത്ര ചെയ്തവരുടെ എണ്ണം 1000 കടന്നതായി കണക്കുകൾ. ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയുടേതാണ് പദ്ധതി. പരീക്ഷണം വിജയകരമായതോടെ സേവനം റിയാദിന്റെ വിവിധയിടങ്ങളിൽ ലഭ്യമാക്കാനാണ് തീരുമാനം. സ്വയം ഓടുന്ന കാറുകൾ പരീക്ഷണാർത്ഥം കഴിഞ്ഞ ജൂലൈയിലാണ് റിയാദിൽ സേവനം ആരംഭിച്ചത്. റോഷൻ ഫ്രണ്ട് ഷോപ്പിംഗ് മാൾ, പ്രിൻസസ് നൂറ യൂണിവേഴ്സിറ്റി എന്നീ രണ്ടിടങ്ങളിലാണ് പരീക്ഷണ സേവനം. ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി, ഊബർ, വി റൈഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി. സ്വയം ഓടുന്ന കാറുകളുടെ പൈലറ്റ് സർവീസിൽ ഇതുവരെ 1000-ലധികം യാത്രക്കാർ യാത്ര ചെയ്തുവെന്നാണ് കണക്ക്. പരീക്ഷണം വിജയകരമായതോടെ റിയാദിലുടനീളം ഈ വർഷം അവസാനത്തോടെ സേവനം ലഭ്യമാക്കും. 20-ലധികം വാഹനങ്ങൾ നിരത്തിലിറക്കാനും പദ്ധതിയുണ്ട്. നിലവിൽ ഊബർ ആപ്ലിക്കേഷനിലൂടെ സേവനം ലഭ്യമാകും. ഓരോ വാഹനത്തിലും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ നിലവിൽ ഉണ്ട്. ആഭ്യന്തര മന്ത്രാലയം, വിവരസാങ്കേതിക മന്ത്രാലയം, സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി, മെട്രോളജി ആൻഡ് ക്വാളിറ്റി ഓർഗനൈസേഷൻ തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണത്തോടെയായിരിക്കും പദ്ധതി വിപുലീകരിക്കുക. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിലെ ജിദ്ദയിൽ മീഡിയ 1 സൂപ്പർ കപ്പ് ഫൈനൽ മത്സരം ഇന്ന്. സെമി ഫൈനൽ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറലാണ് മുഖ്യാതിഥി. ജിദ്ദയിൽ ആദ്യമായി എത്തിയ സൂപ്പർ കപ്പിലേക്ക് വൻ ജനാവലിയാണ് ഇന്നും എത്തുന്നത്. ഇന്ന് അർദ്ധരാത്രിയോടെ ഫൈനൽ മത്സരം പൂർത്തിയാകും. ജിദ്ദ ഒളിമ്പിക് വില്ലേജ് സ്റ്റേഡിയമാണ് വേദി. വിവരങ്ങളുമായി ജിദ്ദയിൽ നിന്നും സാബിത്ത് സലീമാണ് ചേരുന്നത്. സാബിത്ത്, എത്ര ആവേശകരമായാണ് ഇപ്പോൾ മത്സരം പുരോഗമിച്ചു വരുന്നത്? ആവേശകരമായ മീഡിയ 1 സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരങ്ങളിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇന്ന് പ്രധാനമായും സെമി ഫൈനൽ മത്സരങ്ങളാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പ്രധാനമായും മുഖ്യ അതിഥിയായി ഇവിടെ എത്തുന്നുണ്ട്. ആ ചടങ്ങുകളൊക്കെ അല്പസമയത്തിനകം ഇവിടെ ആരംഭിക്കും. നമുക്കിപ്പോൾ ഇതിന്റെ സംഘാടകർ കൂടി ചേരുന്നുണ്ട്. സംഘാടകരും ഇവിടെ കാണികളായിട്ട് എത്തിയിട്ടുള്ള ആളുകളും ചേരുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആൾക്കാരാണ് നമ്മൾ കളി കാണാൻ എത്തിയിട്ടുള്ളത്. പ്രതീക്ഷിച്ചതിലധികം ആൾക്കാർ വന്നതുകൊണ്ട് തന്നെ ഈ സ്റ്റേഡിയം നിറഞ്ഞ് ആൾക്കാർ നിന്ന് കളി കാണുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിനേക്കാൾ കൂടുതൽ ആൾക്കാരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് വോളണ്ടിയർമാരൊക്കെ അതിന് സജ്ജമാണ്. ഇന്ന് പ്രത്യേകിച്ച് CG വരുന്ന, കൗൺസിൽ ജനറൽ വരുന്ന ഒരു ദിവസം കൂടിയാണ്. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിൽ കോൺസുൽ ജനറലാണ് ഇന്നത്തെ മുഖ്യ അതിഥി. അദ്ദേഹം ഇവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നമ്മളോടൊപ്പം കാണികൾ കൂടി ചേരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് മത്സരങ്ങളൊക്കെ ഇന്നലെ നടന്നത്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ കാണികൾ ഉണ്ടാവുന്ന വെള്ളിയാഴ്ച ആയതുകൊണ്ടൊക്കെ ഒഴിവാണ്. അപ്പോൾ നല്ലൊരു മത്സരം തന്നെ കാഴ്ചവെക്കും ടീമുകൾ. നല്ല ആവേശം ഉണ്ടാവും. അത് നല്ല ഒരു ടൈറ്റ് മത്സരമായിരുന്നു 2 കളി. ടോസിലൂടെയാണ് വിജയികളെ തീരുമാനിച്ചത്. ഏതായാലും ഇന്നും അതേപോലെ തന്നെ നല്ല മത്സരങ്ങൾ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടെയുള്ള കാണികൾ ഇങ്ങോട്ട് എത്തിത്തുടങ്ങുന്നുണ്ട്. കുട്ടികൾക്കായി പ്രത്യേകം മത്സരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജിദ്ദ ഒളിമ്പിക് വില്ലേജിലാണ് മത്സരങ്ങൾ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 10 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുക. അതോടൊപ്പം 11 മണിയോടെ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്.
3 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളും കിരീടങ്ങളുമാണ് വിജയികൾക്കായി സമ്മാനിക്കുക. ആദ്യ എഡിഷൻ മീഡിയ വൺ സൂപ്പർ കപ്പിന് ജിദ്ദയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. കൃത്രിമ ബുദ്ധിയെക്കുറിച്ചുള്ള ആദ്യ ഗൾഫ് റെഡ് ക്രിസന്റ് സമ്മേളനം കുവൈറ്റിൽ സമാപിച്ചു. ഗൾഫ് മാനുഷിക സംഘടനകളുടെയും സമൂഹങ്ങളുടെയും പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ദ്രുതഗതിയിലുള്ള സാങ്കേതിക പുരോഗതിക്കൊപ്പം കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗം മാനുഷിക പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനമാണെന്ന് കുവൈറ്റ് റെഡ് ക്രിസന്റ് സൊസൈറ്റി ചെയർമാൻ ഖാലിദ് അൽ മുഗാമസ് പറഞ്ഞു. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാനുഷിക സേവനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുക എന്നതാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. ഫലസ്തീൻ കുട്ടികളെ സഹായിക്കുന്നതിനായി കുവൈറ്റ് ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെ ഫുട്ബോൾ ഫോർ ഹ്യൂമാനിറ്റി സംരംഭം ആരംഭിച്ചു. വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹിയുടെ രക്ഷാകർതൃത്വത്തിലാണ് പരിപാടി. നവംബർ 6-നും 7-നും സുലൈബിഖാത്തിലെ ജാബിർ അൽ മുബാറക് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കും. 32 ടീമുകളിലെ 9 മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള 256 കുട്ടികൾ പങ്കെടുക്കും. ടൂർണമെന്റിൽ നിന്നുള്ള വരുമാനം കുവൈറ്റ് റെഡ് ക്രിസന്റ് സൊസൈറ്റി വഴി ഫലസ്തീനിലെ കുട്ടികൾക്ക് നൽകും. ദമാം മലപ്പുറം പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. കേരളത്തിൽ നിന്നും GCC രാജ്യങ്ങളിൽ നിന്നുമുള്ള താരങ്ങൾ അണിനിരന്ന മേളയുടെ കലാശ പോരാട്ടത്തിൽ അൽ റവാദ് വളാഞ്ചേരി ചാമ്പ്യന്മാരായി. കൂട്ടായ്മ നടത്തിവരുന്ന ജനസേവന പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് മേള സംഘടിപ്പിച്ചത്. ദമ്മാം മലപ്പുറം പ്രീമിയർ ലീഗ് സീസൺ 6 മത്സരങ്ങൾക്ക് ആവേശകരമായ സമാപനം. ദമ്മാം മലപ്പുറം ക്രിക്കറ്റ് കൂട്ടായ്മയ്ക്ക് കീഴിലാണ് മേള സംഘടിപ്പിച്ചത്. കേരളത്തിൽ നിന്നും GCC രാജ്യങ്ങളിൽ നിന്നുമുള്ള താരങ്ങൾ മേളയുടെ ഭാഗമായി. 12 ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിന്റെ കലാശ പോരാട്ടത്തിൽ UAC കോഡൂരിനെ പരാജയപ്പെടുത്തി അൽ റവാദ് വളാഞ്ചേരി ചാമ്പ്യന്മാരായി. ദമ്മാം കാനു ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരങ്ങൾ. ബിസിനസ് പ്രതിനിധികളായ റോബിൻ ട്രെൻഡി, ഹനീഫ, അനീഷ് എന്നിവർ അതിഥികളായി. ടൂർണമെന്റിലെ മികച്ച താരമായി അൽ റവാദിന്റെ റാഷിദ് മുഹമ്മദിനെയും ബൌളറായി ജനു ജനാർദ്ദനെയും തെരഞ്ഞെടുത്തു. വിജയികൾക്ക് UICMD ബദറുദ്ദീൻ അബ്ദുൽ മജീദ് ട്രോഫികളും പ്രൈസ് മണിയും സമ്മാനിച്ചു. സംഘാടകരായ നജുമുസമാൻ ഐക്കരപ്പടി, സഹീർ മജിദാൽ, ഷുവൈബ് പെരിന്തൽമണ്ണ, സലീം പി കരീം, രജീഷ് മലപ്പുറം എന്നിവർ നേതൃത്വം നൽകി. മീഡിയ വൺ, ദമ്മാം. ഇന്ത്യൻ സമൂഹത്തോടുള്ള UAEയുടെ സ്നേഹാദരം പ്രകടിപ്പിക്കാൻ ദുബായിൽ സംഘടിപ്പിക്കുന്ന എമിറേറ്റ്സ് ലവ്സ് ഇന്ത്യ പരിപാടി നാളെ നടക്കും. ദുബായ് സബീൽ പാർക്കിൽ 60,000-ഓളം പേർ സംഗമിക്കുമെന്ന് UAE വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. UAE സഹമന്ത്രി നൂറ അൽ കബി, ഇന്ത്യൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ അമർനാഥ് തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം മുതൽ അർദ്ധരാത്രി വരെ നീളുന്ന സംഗമത്തിൽ ദീപാവലി ആഘോഷമടക്കം വിവിധ പരിപാടികൾ നടക്കും. ദുബായിൽ നടന്ന അറബ് റീഡിംഗ് ചലഞ്ചിൽ ടുണീഷ്യൻ ഇരട്ട സഹോദരിമാർ ജേതാക്കൾ. 3 കോടിയിലേറെ വിദ്യാർത്ഥികളെ പിന്തള്ളിയാണ് 12 വയസ്സുള്ള ബിൽസാനും ചാമ്പ്യന്മാരായത്. 5 ലക്ഷം ദിർഹം അഥവാ 1.19 കോടി രൂപയാണ് സമ്മാനത്തുക. ഇന്ത്യക്ക് വേണ്ടി മലയാളിയായി മുഹമ്മദ് സാബിത് ഫൈനലിൽ മാറ്റുരച്ചിരുന്നു. ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സാന്നിധ്യത്തിലാണ് അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചത്. 600-ലധികം പുസ്തകങ്ങൾ വായിച്ചതാണ് ഈ ഇരട്ടകൾക്ക് കരുത്തായി മാറിയത്. ബഹ്റൈനിലെ 11 വയസ്സുകാരൻ മുഹമ്മദ് ജാസിം ഇബ്രാഹിം 2ാം സ്ഥാനം നേടി. മൗറിത്താനിയയിലെ 9 വയസ്സുകാരി മറിയം ഷാമിക്കിനാണ് 3ാം സ്ഥാനം. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മലയാളി വിദ്യാർത്ഥി മലപ്പുറം വാണിയമ്പലം സ്വദേശി മുഹമ്മദ് സാബിത് ഫൈനലിൽ എത്തിയിരുന്നു. ഇത്തവണ അറബി മാതൃഭാഷയല്ലാതെ അവസാന ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയ 2 പേരിൽ ഒരാൾ സാബിത്താണ്. ഇന്ത്യയിൽ നടന്ന മത്സരത്തിലെ 1ാമനാണ് മഅദീൻ അക്കാദമിയിലെ +2 വിദ്യാർത്ഥിയായ മുഹമ്മദ് സാബിത്ത്. ഇന്ത്യയിൽ മത്സരിച്ച 14,000 പേരെ പിന്നിലാക്കിയാണ് സാബിത്ത് ദുബൈയിലെത്തിയത്. മത്സരത്തിന്റെ കമ്മ്യൂണിറ്റി ചാമ്പ്യൻ വിഭാഗം ഫൈനലിൽ കടന്ന 24 പേരിലും സാബിത്ത് ഉണ്ടായിരുന്നു. ഇറ്റലിയിലെ ജിഹാദ് മുഹമ്മദ് മുറാദാണ് ഈ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത്. ലോകത്തിലെ ഏറ്റവും വലിയ അറബ് സാക്ഷരതാ വായനാ സംരംഭമാണ് ദുബൈ ഭരണാധികാരി തുടക്കമിട്ട അറബ് റീഡിംഗ് ചലഞ്ച്. 50 രാജ്യങ്ങളിലെ 1 ലക്ഷത്തിലേറെ സ്കൂളുകളിൽ നിന്ന് 3 കോടിയിലേറെ വിദ്യാർത്ഥികളാണ് ചലഞ്ചിന്റെ ആദ്യഘട്ടത്തിൽ പങ്കെടുത്തത്. മീഡിയ വൺ, ദുബായ്. ശാസ്ത്ര
ശാസ്ത്ര ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ച് ഡിജിറ്റൽ ശേഖരത്തിന്റെ പുതുക്കിയ പതിപ്പ് പുറത്തിറക്കി. രാജ്യത്തിന്റെ ഗവേഷണ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പരിഷ്കരിച്ച ഡിജിറ്റൽ റിപ്പോസിറ്ററി പുറത്തിറക്കിയതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംരക്ഷണ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ശാസ്ത്രീയ വിജ്ഞാനങ്ങൾ ദീർഘകാലത്തേക്ക് സംരക്ഷിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. KSR പദ്ധതികളിൽ നിന്നുള്ള 10,000-ലധികം ശാസ്ത്രീയ റിപ്പോർട്ടുകൾ ഇതിനകം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. സൗദിയിലെ റിയാദിൽ നടക്കുന്ന റിയാദ് സീസൺ സന്ദർശിക്കാനെത്തിയത് 10 ലക്ഷത്തിലധികം സന്ദർശകർ. 13 ദിവസത്തിനിടെ എത്തിയ സന്ദർശകരുടെ കണക്കാണ് പുറത്തുവിട്ടത്. ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ. റിയാദ് സീസണിന്റെ 6ാം എഡിഷൻ ഈ മാസം 10-നായിരുന്നു ആരംഭിച്ചത്. സീസണിൽ സന്ദർശകരായെത്തിയവരുടെ എണ്ണം 10 ലക്ഷം കവിഞ്ഞുവെന്നാണ് കണക്ക്. 13 ദിവസത്തെ സന്ദർശകരുടെ എണ്ണമാണ് പുറത്തുവിട്ടത്. ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി അൽ ഷെയ്ഖാണ് ഇക്കാര്യം അറിയിച്ചത്. സൗദിയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് റിയാദ് സീസൺ. 15 രാജ്യാന്തര ചാമ്പ്യൻഷിപ്പുകൾ, 34 വിവിധ പ്രദർശനങ്ങൾ, വിവിധ രാജ്യങ്ങളുടെ കലാസാംസ്കാരിക പ്രദർശനങ്ങൾ എന്നിവ സീസണിന്റെ ഭാഗമാകും. ശ്രദ്ധേയമായ ഉദ്ഘാടന ചടങ്ങോടെയായിരുന്നു ഇത്തവണ സീസണിന് തുടക്കമായത്. 2026 മാർച്ച് വരെയാണ് റിയാദ് സീസൺ തുടരുക. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ബഹ്റൈനിലെ വിവിധ പ്രവാസി കുടുംബങ്ങളുടെ വീടുകളിൽ നടന്ന ദീപാവലി. മറ്റൊരു വാർത്തയിലേക്ക്. പ്രവാസി വെൽഫെയർ സലാലയിൽ നോർക്ക ഹെൽപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു. നോർക്ക അനുബന്ധ സേവനങ്ങളാണ് ചെയ്തു നൽകിയത്. 100 കണക്കിന് ആളുകൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ഐഡിയൽ ഹാളിൽ നടന്ന ഹെൽപ്പ് ക്യാമ്പിൽ നോർക്ക അംഗത്വ കാർഡ് രജിസ്ട്രേഷൻ, അംഗത്വം പുതുക്കൽ, പ്രവാസി ക്ഷേമനിധി രജിസ്ട്രേഷൻ, നോർക്ക കെയർ രജിസ്ട്രേഷൻ തുടങ്ങിയ സേവനങ്ങളാണ് പ്രധാനമായും നൽകിയത്. കോൺസുലർ ഏജന്റ് ഡോക്ടർ കെ സനാതനൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അബ്ദുള്ള മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സലാലയിൽ സാധാരണക്കാർക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 100-ലേറെ പേര് നമുക്ക് മുൻകൂട്ടി തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ പേര് രജിസ്റ്റർ ചെയ്യാത്ത ധാരാളം പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ക്യാമ്പിന് തുടർച്ച ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പൊതു ഇടങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഹെൽപ്പ് ഡെസ്കുകൾ അറേഞ്ച് ചെയ്തിട്ട് പൊതുജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഡെസ്കുകൾ ഇനി വരും ദിവസങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യും. ആവശ്യമെങ്കിൽ ഇതുപോലെ ഒരു ക്യാമ്പ് നമ്മൾ വീണ്ടും തുടർന്നും നടത്തുന്നതായിരിക്കും. കെ ഷൗക്കത്ത് അലി മാസ്റ്റർ, സജീബ് ജലാൽ, തസ്രീന ഗഫൂർ, രവീന്ദ്രൻ നെയ്യാറ്റിങ്കര എന്നിവർ പങ്കെടുത്തു. രജിസ്ട്രേഷനുള്ള പരിശീലനത്തിന് ആദിൽ നേതൃത്വം നൽകി. ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് എനിക്ക് എൻ്റെ കാർഡ് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. ഞാനിവിടെ 13 വർഷമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. രജിസ്ട്രേഷനും പിന്നെ ID എടുക്കുക, ക്ഷേമനിധിയുടെ 2. ഈ ക്യാമ്പിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ലതാണ്, ഹെൽപ്ഫുള്ളാണ്. 100 കണക്കിന് ആളുകൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പരിപാടിക്ക് നേതൃത്വം നൽകി. മീഡിയ 1, സലാല. പഠനരംഗത്ത് മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മീഡിയ 1ന്റെ വിജ്ഞാനമേളയായ മബ്രൂഖ് പ്ലസിന് നാളെ ദുബായിൽ തുടക്കമാകും. ഖിസാസിലെ ഹയർ കോളേജ് ഓഫ് ടെക്നോളജിയിൽ 2 ദിവസം നീളുന്ന പരിപാടികൾ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ഉദ്ഘാടനം ചെയ്യും. UAE മുഴുവൻ എമിറേറ്റുകളിലെയും വിദ്യാലയങ്ങളിൽ നിന്ന് വിവിധ സിലബസുകളിൽ 10-12 ക്ലാസുകളിൽ 90% മാർക്ക് നേടി വിജയിച്ച 1500-ലേറെ വിദ്യാർത്ഥികളെ മീഡിയ 1 മബ്രൂഖ് പ്ലസിലെ ഗൾഫ് ടോപ്പേഴ്സ് സെഷനിൽ മെഡൽ നൽകി ആദരിക്കും. 4 ഘട്ടമായാണ് ആദരിക്കൽ ചടങ്ങ് നടക്കുക. ഒപ്പം 2 വേദികളിലായി വിവിധ മത്സരങ്ങളും വിദ്യാർത്ഥി സംഗമവും അധ്യാപക സംഗമവും നടക്കും. 12,000 ദിർഹം സമ്മാനത്തുകയുള്ള ഗ്രാൻഡ് ക്വിസ് മത്സരം, 6,000 ദിർഹം സമ്മാനത്തുകയുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചെസ് മത്സരം എന്നിവയ്ക്കും മബ്രൂഖ് പ്ലസ് വേദിയൊരുക്കും. ലിറ്റിൽ പിക്കാസോ എന്ന പേരിൽ കുട്ടികൾക്കായി പെയിന്റിംഗ് മത്സരം നടക്കും. കുട്ടികൾ വിവിധ മേഖലയിലെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാർ കിഡ്സും ഇതോടൊപ്പം അരങ്ങിലെത്തും. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിൽ റെസ്പോൺസ് വരുന്നുണ്ട്. ഗൾഫ് ടോപ്പേഴ്സിനായാലും നമ്മൾ ഇത്തവണ പുതിയ കുറച്ച് മത്സരങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെസ് ഉണ്ട്, ക്വിസ് ഉണ്ട്, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളറിംഗ് ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ട്, പിന്നെ സ്റ്റാർ കിഡ്സ് ടാലന്റഡ് കുട്ടികൾക്കുള്ളൊരു സ്റ്റേജ് ഉണ്ട്. എല്ലാം തന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെയുള്ള UAE-ലുള്ള കുട്ടികൾ ഒരു സ്റ്റേജ് ആഗ്രഹിച്ചിരുന്നപ്പോൾ മീഡിയ 1 ഒരു സ്റ്റേജ് ഒരുക്കുകയാണ്. വിദ്യാർത്ഥികളുടെ സർഗരചനകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഫസ്റ്റ് എഡിഷൻ പദ്ധതിക്കും വേദിയിൽ തുടക്കമാകും. ഇംദാദ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് അബ്ദുള്ള അഹമ്മദ് അൽ മുല്ല, ഷാർജ ചെസ് അക്കാദമി ചെയർമാൻ ഫൈസൽ അൽ ഹമ്മാദി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ അതിഥികളായി എത്തും. മീഡിയ 1, ദുബായ്. സൗദിയുടെ മലബാറായ ജിദ്ദയിൽ ആദ്യമായി എത്തിയ മീഡിയ 1 സൂപ്പർ കപ്പിലേക്ക് ഒഴുകിയെത്തിയത് വൻ ജനാവലിയാണ്. അർദ്ധരാത്രി വരെ ജനപ്രവാഹം തുടർന്നു. ഇന്ന് രാത്രി നടക്കുന്ന സൂപ്പർ കപ്പ് ഫൈനലിൽ സ്റ്റേഡിയം നിറഞ്ഞൊഴുകും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയത്തിൽ പുത്തൻ വൈബിലായിരുന്നു മീഡിയ 1 സൂപ്പർ കപ്പ്.
ഹലാജിദ്ദ പോലെ മീഡിയ വൺ വിളിച്ചപ്പോൾ ഒഴുകിയെത്തിയ ജനം. ഫുട്ബോളിന്റെ സൗദിയിലെ മലബാറായ ജിദ്ദയുടെ ഗാലറി നിറഞ്ഞൊഴുകി. ഇതൊരു ഗാലറി പറഞ്ഞ ജിദ്ദയിൽ ഇങ്ങനെ ഒരു മാച്ച് കണ്ടിട്ടില്ല. നമ്മളെ കേരളത്തിൽ ഇപ്പോൾ പയ്യനാട് സ്റ്റേഡിയത്തിൽ നിറഞ്ഞ മാതിരിയാണ് ഇവിടുത്തെ മഴ ഇല്ലാന്നുള്ളൂ. പക്ഷെ അടിപൊളിയാണ് മീഡിയ വണ്ണിൻ്റെ ഈ ഒരു കളി വെച്ചതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത്രയും ജനങ്ങളും കളിയാണെങ്കിൽ ഒന്നിനൊന്ന് മെച്ചം. ജിദ്ദക്കാർക്ക് ഒരു പെരുന്നാൾ ദിനാണത്. ജിദ്ദക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തരും പണി കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗാലറി ഫുള്ളായി കണ്ട് ഇപ്പോഴും പണി കഴിഞ്ഞ് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നല്ല നാട്ടിൽ നമ്മൾ കളിക്ക് പോകണ അതേ ഫീലും ആ ആഘോഷവും ഗൗരവവും കാര്യങ്ങളും നല്ല തൊളത്തല്ലും എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് സൂപ്പർ. മീഡിയ വണ്ണിന്റെ എല്ലാ പ്രോഗ്രാം അങ്ങനെ തന്നെയാണ്. ഒരു പ്രത്യേക വൈബായിരിക്കും, ഒന്നും പറയാനില്ല. എൻ്റെ ഹസ്ബൻഡ് കളിക്കുന്നുണ്ട്. വെൽ കണക്റ്ററിൽ ക്യാപ്റ്റനാണ്. നമ്പർ 24. നല്ല കളിയാണ്. സന്തോഷം. ഇത്രയും ആളുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം മറ്റു കളികളിനെ അപേക്ഷിച്ച് ഇപ്പോൾ പെണ്ണുങ്ങളെല്ലാവരും കൂടുതൽ, ഫാമിലി എല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട്. കുടുംബങ്ങളും ഫുട്ബോൾ പ്രേമികളും ഒന്നിച്ചെത്തിയതോടെ വർണ്ണക്കാഴ്ചയായി ഗാലറി. ഇത്ര ആളുകള് അല്ലമ്മരുടെ കൂടെയാണ്. ഞാൻ മാത്രമേ ഇവരുടെ കൂടെ ഉള്ളൂ. ഒരു കാര്യം പറഞ്ഞാ, ഈ കളി ഞങ്ങളെ ജയിക്കുള്ളൂ. രണ്ട് ടീമും തുല്യ രണ്ട് ടീമും കുഴപ്പമില്ല. രണ്ട് ടീമും എന്ത് സംഭവിക്കും എങ്ങനെയാലും ഇങ്ങനത്തെ ഒരു കളി മീഡിയ വണ്ണിന് അഭിനന്ദനങ്ങൾ. ഇവിടെ സ്റ്റേഡിയത്തിൽ ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് കളി കാണുന്നത്. ഉണ്ട്, കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെ നേരിട്ട് വന്നിട്ട് ഇരുന്നിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. വളരെ സന്തോഷമായിട്ടുള്ളൊരു അനുഭവമായിട്ട് തോന്നുന്നു. മാഷാഅല്ലാഹ്, ഫുട്ബോള് നല്ല ഉഷാറായിട്ടുണ്ട്. വലിയ ഒരു സ്റ്റേഡിയം, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേഡിയം. പിന്നെ മലയാളികൾക്കായിട്ട് നല്ലൊരു അനുഭവം തന്നെ. ഇത്ര വരുന്നെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല ആളുണ്ട്. ആദ്യമായാണ് ജിദ്ദയിൽ ഇത്ര മികവുള്ള സ്റ്റേഡിയത്തിലൊരു മലയാളി ഫുട്ബോൾ വൈബ്. ഇന്ന് രാത്രിയിലെ ഫൈനലിൽ സ്റ്റേഡിയം എന്താകുമെന്നതിന്റെ സൂചന കൂടിയുണ്ട് ഇന്ന് പുലർച്ചെ വരെ നീണ്ട മത്സരം. അതായത് 3 മണി 3:30 മണിയായി ടൈം. ഫുട്ബോളിന് വളരെ ആവേശത്തോടു കൂടി എല്ലാവരും കാണികളായിട്ട് ഇരിക്കുകയാണ്. നല്ല പരിപാടിയാണ്. ഞങ്ങൾ ഈ ഏരിയയിലുള്ള ആളുകളാണ്. ഇവിടെ അത്ര നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടായിട്ട് ആദ്യമായിട്ട് മീഡിയ വൺ ഇവിടെ ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചതിൽ മീഡിയ വണ്ണിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. നല്ല ഒരു ആംബിയൻസ് ആണ്. നല്ല ഒരു മത്സരം വീക്ഷിക്കാനുള്ള നമ്മുടെ നല്ലൊരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലിരുന്ന് മത്സരം വീക്ഷിക്കുന്നത് പോലുള്ള ഒരു അനുഭവമാണ് ഇവിടെ കിട്ടുന്നത്. നല്ല കളികളാണ്. നല്ലൊരു ഓർഗനൈസ്ഡ് പ്രോഗ്രാമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നു മീഡിയ വണ്ണിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്. മീഡിയ വൺ, ജിദ്ദ. മിഡിൽ ഈസ്റ്റിലെ ആരോഗ്യരംഗത്തെ 50 പ്രമുഖരുടെ ഫോബ്സ് മിഡിൽ ഈസ്റ്റ് പട്ടികയിൽ ഈ വർഷം 6 മലയാളികൾ ഇടം നേടി. ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ ഡോക്ടർ ആസാദ് മൂപ്പൻ, അലീഷ മൂപ്പൻ, ബുർജുൽ ഹോൾഡിംഗ്സിന്റെ ഡോക്ടർ ഷംസീർ വയലിൽ, ഡോക്ടർ സണ്ണി ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ഡോക്ടർ സണ്ണി കുര്യൻ എന്നിവർ UAEയിൽ നിന്ന് പട്ടികയിൽ ഇടം നേടി. സൗദിയിൽ നിന്ന് അബേർ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഡോക്ടർ മുഹമ്മദ് ആലുങ്കലും ഖത്തറിൽ നിന്ന് നസീബ് മെഡിക്കൽസിന്റെ മുഹമ്മദ് മിയാൻദാദുമാണ് പട്ടികയിൽ ഇടം പിടിച്ച മലയാളികൾ. ഫോബ്സ് മിഡിൽ ഈസ്റ്റ് പട്ടികയിൽ ഇടം പിടിച്ച നസീം ഹെൽത്ത് കെയർ MDയും CEOയും 33 ഹോൾഡിംഗ്സ് ചെയർമാനുമായ VP മിയാൻദാദ്. തുടർച്ചയായ 3-ാം വർഷമാണ് മിയാൻദാദിന് ഫോബ്സിന്റെ അംഗീകാരം ലഭിക്കുന്നത്. 2025 മികച്ച ആരോഗ്യ സംരക്ഷണ നേതാക്കൾ, സ്ഥാപകരും ഓഹരി ഉടമകളും എന്ന പട്ടികയിലാണ് ഇദ്ദേഹം ഇടം നേടിയത്. പട്ടികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ സംരംഭകനാണ്. ആരോഗ്യ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ നടപ്പാക്കിയ എക്സിക്യൂട്ടീവുകൾ, കമ്പനി സ്ഥാപകർ, ഓഹരി ഉടമകൾ എന്നിവരെ ആദരിക്കുന്നതാണ് ഫോബ്സ് മിഡിൽ ഈസ്റ്റിന്റെ ഹെൽത്ത് കെയർ ലീഡേഴ്സ് പട്ടിക.
ആഫ്രിക്കയിലെ മെഡിനോവ ഹെൽത്ത് കെയർ MD-ആയും ഖത്തറിലെ ഡിഫൈൻ ഡെന്റൽ ലാബ് ഡയറക്ടറായും മിയാൻ ദാദ് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. കേരളത്തിൽ PM-ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാരിന്റെ നീക്കം തീവ്ര ഹിന്ദുത്വ അജണ്ടയോടുള്ള ഒത്തുതീർപ്പാണെന്ന് കുവൈറ്റ് KMCC നേതാക്കൾ ആരോപിച്ചു. മതേതര ചട്ടക്കൂടോടെയുള്ള കേരളത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനം RSS ആശയപ്രചാരണത്തിന് വിടുന്നത് അംഗീകരിക്കാനാകില്ലെന്നവർ പറഞ്ഞു. പദ്ധതിയെ ചെറുക്കാൻ മതേതര കക്ഷികൾ മുന്നോട്ട് വരണമെന്നും KMCC സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടു. ബഹ്റാനിലെ വിവിധ പ്രവാസി കുടുംബങ്ങളുടെ വീടുകളിൽ നടന്ന ദീപാവലി ആഘോഷ ചടങ്ങുകളിൽ ആശംസകളുമായി രാജകുടുംബാംഗത്തിന്റെ സന്ദർശനം. മലയാളിയായ പ്രവാസി വ്യവസായ പ്രമുഖൻ പമ്പാവാസൻ നായരുടെ വീട്ടിലും സന്ദർശനം നടന്നു. മന്ത്രിമാരും പ്രമുഖ വ്യക്തിത്വങ്ങളും ആഘോഷ ചടങ്ങുകളിൽ പങ്കുചേർന്നു. ദീപാവലി ആഘോഷത്തിന്റെ വർണ്ണപ്പൊലിമ. മലയാളിയായ വ്യവസായ പ്രമുഖൻ പമ്പാവാസൻ നായരുടെ വീട്. ദീപാലങ്കൃതമായി അലങ്കരിച്ച ഈ വസതിയിലേക്ക് കുടുംബാംഗങ്ങളുടെ ആഘോഷങ്ങൾക്ക് നിറപ്പകിട്ട് നൽകി രാജകുടുംബത്തിലെ ഏറ്റവും വലിയ വിശിഷ്ടാതിഥി എത്തി. ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയെ പ്രതിനിധീകരിച്ച് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ. വീട്ടിലെത്തിയ രാജകുടുംബാംഗത്തിനും മന്ത്രിമാർക്കും പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും പമ്പാവാസൻ നായരുടെ കുടുംബം സ്നേഹാദരങ്ങളോടെ സ്വീകരണം നൽകി. ഷെയ്ഖ് മുഹമ്മദിനോടൊപ്പം ക്യാബിനറ്റ് കാര്യമന്ത്രി ഹമദ് ബിൻ ഫൈസൽ അൽ മൽക്കി, കിരീടാവകാശിയുടെ കോർട്ടിലെ രാഷ്ട്രീയ സാമ്പത്തിക ഉപദേഷ്ടാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ മുഹമ്മദ് ഈസ അൽ ഖലീഫ, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഡയറക്ടർ ജനറൽമാരായ ഷെയ്ഖ് ഫഹദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഖലീഫ, ഹമദ് യാക്കൂബ് അൽ മഹ്മീദ് എന്നിവരും സന്നിഹിതരായിരുന്നു. പ്രമുഖ ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പുകളായ മുൽജിമൽ, കവലാനി, താക്കിർ, അസർപോട്ട, ഭാട്ടിയ എന്നീ കുടുംബങ്ങളുടെ ഭവനങ്ങളിലും രാജകുടുംബവും മന്ത്രിമാരും സന്ദർശനം നടത്തി. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ്, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലെ അംബാസഡർമാർ എന്നിവരും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. മുനിസിപ്പൽ കാർഷിക മന്ത്രി വായിൽ ബിൻ നാസർ അൽ മുബാറക്, ആഭ്യന്തര മന്ത്രാലയത്തിലെ കമ്മ്യൂണിറ്റി കാര്യ ഉപദേഷ്ടാവ് അലി ബിൻ അൽ ഷെയ്ഖ് അബ്ദുൽ ഹുസൈൻ അൽ അസ്ഫൂർ, ഡോക്ടർ മുഹമ്മദ് അൽ സയ്യിദ് MP, മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി MP എന്നിവരും വിശിഷ്ടാതിഥികളായെത്തി. പ്രവാസികൾക്ക് ലോകത്തിലെ ഏറ്റവും മികച്ചവും സുരക്ഷിതവുമായ ഇടമാണ് ബഹ്റൈനെന്നും രാജ്യം നൽകുന്ന പിന്തുണ വിലമതിക്കാനാവാത്തതാണെന്നും പമ്പാവാസൻ നായർ പറഞ്ഞു. പരസ്പര ബഹുമാനവും സജീവമായ സാംസ്കാരിക കൈമാറ്റങ്ങളും കൊണ്ട് സമ്പന്നമായ ഊഷ്മളവും ബഹുമുഖവുമായ ബന്ധം ബഹ്റൈനും ഇന്ത്യയും പങ്കിടുന്നത് തുടരുകയാണ്. ദീപാവലി പോലുള്ള ഇത്തരം ആഘോഷങ്ങൾ വീടുകൾക്ക് മാത്രമല്ല രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധങ്ങൾക്കും കൂടുതൽ വെളിച്ചം പകരുന്നതായി അദ്ദേഹം പറഞ്ഞു. ബഹ്റൈന്റെ വളർച്ചയിൽ ഇന്ത്യൻ കുടുംബങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകളെ അഭിനന്ദിച്ച ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ ആശംസകൾ പ്രവാസി കുടുംബങ്ങളെ അറിയിച്ചു. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. കുവൈറ്റിലെ അൽറായ് പ്രദേശത്ത് വാഹനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്നയിടത്തുണ്ടായ തീപിടുത്തം അഗ്നിശമന സേന നിയന്ത്രണ വിധേയമാക്കി. പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഷുവൈഖ് ഇൻഡസ്ട്രിയൽ സെന്ററിലെ അഗ്നിശമന സേനയാണ് തീയണച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ 2025 സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ആശീർവാദം നൽകാനെത്തിയ കാതോലിക്ക ബാവയ്ക്ക് കുവൈറ്റിൽ സ്വീകരണം നൽകി. മലങ്കര സഭയുടെ പരമാധ്യക്ഷനും പൗരസ്ത്യ കാതോലിക്കയുമായ മൊറോൻ മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയനാണ് മുഖ്യാതിഥി. ചടങ്ങിൽ വികാരി ഫാദർ ഡോക്ടർ ബിജു പാറയ്ക്കൽ, സഹവികാരി ഫാദർ മാത്യു തോമസ് എന്നിവർ പങ്കെടുത്തു. മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ആത്മീയ ജീവകാരുണ്യ പ്രസ്ഥാന ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇനി മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. കുവൈറ്റിലെ അബ്ബാസിയിൽ ഏഷ്യൻ പ്രവാസികളെ കൊള്ളയടിച്ച 3 പേർ അറസ്റ്റിൽ. മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ നിരവധി മോഷണ വസ്തുക്കൾ പിടിച്ചെടുത്തു. ലോക നിക്ഷേപ ഫോറം അടുത്ത വർഷം ദോഹയിൽ. ജനീവ UN വ്യാപാര കോൺഫറൻസിൽ പ്രഖ്യാപനം. 160 രാഷ്ട്രങ്ങളിൽ നിന്ന് 6000-ലേറെ പേർ പങ്കെടുത്തു. UAE ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ഗ്രൂപ്പ് വോളിബോൾ ടൂർണമെന്റിൽ ടീം മദീന ജേതാക്കൾ. കേലോ മാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചത് നേരിട്ടുള്ള 3 സെറ്റുകൾക്ക്. മലയാളി നിർമ്മാണ ജോലിക്കാരൻ റിയാദിൽ മരിച്ചു. മലപ്പുറം ബാലാതുർത്തി സ്വദേശി മനോഹരന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. AC അറ്റകുറ്റപ്പണിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ ഖമീസ് മുഷായത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ലഹരി, സൗദി തൊഴിൽ നിയമം പ്രധാന വിഷയമായി.